തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ 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 തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ്. ഇവിടെ എന്താ പ്രശ്നം? കണ്ടില്ലേ, ഇന്ന് 6 മണി വരെ കേരളത്തിലെ കംപ്ലീറ്റ് സർക്കാർ ഡോക്ടർമാരും സമരത്തിലാണ്. ഞങ്ങളോട് ഇന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഏത് ഡോക്ടർ? ശിവദാസൻ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്. കൊള്ളാം, അങ്ങേരല്ലേ ആ ഡോക്ടർമാരെ സമരത്തിന്റെ നേതാവ്? തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. ദേ അവിടെ പോയിരുന്നോ, ഡോക്ടർമാരുടെ സമരത്തിനെതിരായിട്ടേ രോഗികളുടെ സമരം നടക്കുക. മോളി ചേച്ചിയാണ് നിങ്ങളുടെ നേതാവ്. തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ. ഇനി എന്നെ തൊണ്ട വയ്യ, ആരെങ്കിലും വിളിക്ക്. നാട്ടിലെ പ്രൈവറ്റ് ആശുപത്രി പട്ടി വരണ പോലെ പെരുകണത്. അന്ന് ഇന്ന് സർക്കാർ ആശുപത്രി എണ്ണ അത് തന്നെ. സ്വകാര്യ പ്രാക്ടീസ് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഉളുമ്പ് സർക്കാരും അതിന് പറ്റിയ ഒരു ഡാക്കാട്ടന്മാര്. തന്നേ തീരൂ തന്നേ. എന്താണ് മക്കളുടെ പേര്? എന്റെ പേര് ദുർഗ, ഇത് ശീതളും. മോന്റെ നാട് എവിടെയാണ്? ജാർഖണ്ഡ്. ആ, അവിടെ എന്റെ നാത്തിന്റെ വാട കൊടുത്തിട്ടുണ്ട്. കാക്കനാട് എവിടെയാണ്? കാക്കനാടല്ല, ജാർഖണ്ഡ്, നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തിന്റെ പേരാ. ആണാ? എനിക്ക് തമിഴ്നാട്ടിലെ സ്ഥലങ്ങളൊന്നും അറിയാൻ പാടില്ല കേട്ടാ. അയ്യോ ശീതൾ, ശീതൾ. മോനെ ദുർഗേ, ഇത് സീൻ കോൺഗ്രേട്ടാ. നീ പോയ സമരക്കാട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ചേച്ചി ഒന്ന് നോക്കിക്കോളൂ. ആ മോളെ, മോളെ. അയ്യോ. തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ. ഡോക്ടർ, എന്റെ ഭാര്യക്ക് തീരെ സുഖമില്ല. തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് സമാധാനമായിട്ടൊന്ന് സമരം ചെയ്തോട്ടെ. മാറിക്കേ, അങ്ങോട്ടൊന്ന് മാറാൻ. പേഷ്യന്റിനകത്തേക്ക് കിടത്തിക്കോ. പൊക്കോ പൊക്കോ. You cheat! സമരം വിളിക്കാൻ നോക്കുന്നോ? Sir, she is bleeding. I have to attend her. Sir, വരൻ. sir, please, sir. Come on. നിങ്ങൾ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. വേഗം, ഒട്ടും സമയം കളയരുത്. Sir, sir, please. നിങ്ങൾ ഹസ്ബൻഡാണോ? ആ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഉടനെ സിസേറിയൻ വേണ്ടി വരും. OT അവൈലബിൾ അല്ലേ? യെസ് സർ. മേക്ക് അറേഞ്ച്മെന്റ്സ്. ഷുവർ സർ. ഓക്കെ. വരൂ. ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ക്യാഷ് കൗണ്ടർ കാണാം. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ശീതൽ, ശീതലിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ? സിസേറിയൻ അല്ലേ? 1,20,000. 1,20,000. चंदा है तू. ഹലോ സർ, എന്റെ 10,000 ഉള്ളൂ. നിങ്ങൾ ആ ഡോക്ടറെ കണ്ടൊന്ന് സംസാരിച്ചു നോക്ക്. എന്താ പേര് പറഞ്ഞേ? ദുർഗ. ആ, ദുർഗ. എന്റെ ഫീസ് ചെയ്യാൻ വേണ്ടാന്ന് വെക്കാം. എന്നാലും 1,00,000 രൂപ കിട്ടിയാലേ സർജറി നടക്കത്തുള്ളൂ. ഡോക്ടർ, എന്റെ കാര്യം? എടോ, തന്റെ ഭാര്യയുടെ പ്രസവം താൻ കാണുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല.
പക്ഷേ ലേബർ റൂമിനകത്ത് കയറുമ്പോൾ മനഃശക്തി വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. 2 തവണ മിസ്റ്റർ കേരള ആയിരുന്ന ആളാണ് സാർ ഞാൻ. അപ്പൊ താമസം നിന്നോ. താങ്ക് യു സാർ. റോസി, ഡോക്ടർ സമ്മതിച്ചു. നിങ്ങളുടെ വൈഫിന്റെ കണ്ടീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്ക് ഹെവി ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഉണ്ടായ പ്രഗ്നൻസി ആയതുകൊണ്ട് വളരെ നമ്മൾ സൂക്ഷിക്കണം. വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സർജറി ആയതുകൊണ്ടാണ് ഈ എമൗണ്ട് ആവുന്നത്. ഡോക്ടർ ഇവിടെ ദുർഗ, 2 മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. ഈ ഒരു കണ്ടീഷനിൽ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാലും റിസ്ക് ആണ്. എന്തായാലും പെട്ടെന്ന് വേണം. ഗുഡ് ലക്ക്. കോവിച്ചേട്ടാ, പറയട്ടെ ദുർഗേ. എനിക്ക് 1 ലക്ഷം രൂപ വേണം. ഇപ്പൊ തന്നെ വേണം. എന്താ വഴി? അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ആ വഴി പോയേനെ. നീ കാര്യം പറ. ശീതളിന് സിസേറിയൻ വേണം. 12 മണിക്ക് മുമ്പ് 1 ലക്ഷം രൂപ ആശുപത്രി കെട്ടണം. അയ്യോ കൊഴിഞ്ഞല്ലോടാ, എൻ്റെ അവസ്ഥ നിനക്കറിയാലോ. പണിയില്ല. ഞാനിവിടെ സമയം കളയാനായിട്ട് ആ ബർഗർ കട മുതലാളിയുടെ പടം വരച്ചോണ്ടിരിക്കുക. ഞാനിനി എന്ത് ചെയ്യും ഗോപിച്ചേട്ടാ? നീ സമാധാനമായിട്ടിരിക്കും. എന്തെങ്കിലും വഴിയുണ്ടാവും, നമുക്ക് നോക്കാം. ക്യാമറ പാനിങ് ആക്ഷൻ. ഹലോ ഹലോ മൈക്കിളെ. മൈക്കിളെ, എനിക്ക് കുറച്ച് കാശ് വേണം. നിന്റെ കാണുമോ? 1 ലക്ഷം. മன்னிச்சிடுங்க സാർ. ഹലോ. എടാ ദുർഗെ, കാശ് ശരിയായടാ. ഇല്ല. ടൗൺ ഹാളിൽ ഇന്ന് മുഖ്യമന്ത്രി വരുന്നുണ്ട്. ജനസമ്പർക്ക പരിപാടി. നീ അങ്ങനെ പോയി ഒന്ന് കാണ്. ശുദ്ധനാണ്. അപേക്ഷയിൽ കണ്ണീരേണ്ട, അങ്ങേരെ സഹായിക്കും. അതൊക്കെ പെട്ടെന്ന് നടക്കുമോ ഗോപിച്ചേട്ടാ? എടാ, നമ്മുടെ മുന്നിൽ വേറെ വഴിയിലടാ. നീ സമയം കളയാതെ ചെല്ല്. അല്ല സഖാവേ, നമ്മൾ ഈ മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ കരിങ്കൊടി കാണിക്കുന്നത് ശരിയാണോ? ഒന്നുമില്ലെങ്കിലും കുറെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന ഏർപ്പാടല്ലേ? സഹായം തേടി വരുന്നവരാരെയും നമ്മൾ തടയുന്നില്ല. പക്ഷേ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവന്റെയും ഇടയിൽ ഒളിമറ പാടില്ല എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണ്. അതിലുപരി അത് നാടിന്റെ ആവശ്യമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. മനസ്സിലായ തനിക്ക്? ഓ, സാറേ, മുഖ്യമന്ത്രി ഒന്ന് കാണണമായിരുന്നു. മിനിസ്റ്ററെ കാണാനാണെങ്കിൽ ആ കൗണ്ടർ ചെന്ന് ടോക്കൺ എടുത്തിട്ട് അത് തരുന്നുള്ളൂ. സാറേ, മന്ത്രി എപ്പോ കാണാൻ പറ്റും? എത്രയാ ടോക്കൺ നമ്പർ? 520. വൈകിട്ട് ഒരു 4-5 മണിയാവും. പേരെന്താ? സാറേ, വണ്ടി ഇടിച്ചു വന്ന സെക്യൂരിറ്റിക്കാരന്റെ ഭാര്യയാണ് സാറേ. മന്ത്രി ആശുപത്രി വന്നപ്പോ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സാറേ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. CM ഒന്ന് കാണാൻ പറ്റുമോ സാർ? ചീഫ് സെക്രട്ടറിയുടെ ഭാര്യയൊന്നും അല്ലല്ലോ, സെക്യൂരിറ്റിക്കാരന്റെ ഭാര്യയല്ലേ? വിളിച്ചോണ്ട് പോടാ. ഗോപിച്ചേട്ടാ, ഇപ്പോഴൊന്നും മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇവിടെ ഭയങ്കര തിരക്കാ. നീ ഒരു പണി ചെയ്.
ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ SI നീ കാര്യം പറ. SI വിചാരിച്ച മന്ത്രിയെ പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇടാ, പോലീസുകാർ വിചാരിച്ച ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പനെ വരെ ക്യൂ നിൽക്കാതെ കാണാൻ പറ്റും. പിന്നെയാണോ മുഖ്യമന്ത്രി? നീ ഒരു 500 രൂപ അയാളുടെ കയ്യിൽ പിടിപ്പിക്കും. കാര്യം ഷൂന്ന് നടക്കും. ഓക്കെ? സാറേ SI ഉണ്ട് അകത്തുണ്ട്. ഹലോ, ആരാ? എന്താ കാര്യമൊന്ന് വ്യക്തമായിട്ട് പറയൂ. എടോ, നമ്മുടെ നാട്ടിൽ CM-ന് പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒരു ലോഡ് പോലീസിനെ അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുക. ഇവിടെ ആണെങ്കിൽ ഞാൻ 4-5 പോലീസുകാർ മാത്രമേ ഉള്ളൂ. സാറേ, നീയാ? എന്താടാ? എന്റെ ഭാര്യ ആശുപത്രിയിലാണ് സാറേ. എന്താ സംഭവിച്ചത്? ആരാ പ്രതി എന്നൊക്കെ കാണിച്ച് ഒരു പരാതി എഴുതാം. സാറേ, അടിപിടിയൊന്നുമല്ല, പ്രസവത്തിന് കൊണ്ടുപോയതാ. അതെന്താ അടിപിടിയല്ലേ? അപ്പൊ പ്രദീപം തന്നെ എടാ, പൊടി. ഓപ്പറേഷൻ ചെയ്യാൻ 1 ലക്ഷം രൂപ വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. നീ അപ്പൊ പോലീസ് സ്റ്റേഷൻ കടം ചോദിക്കാൻ വന്നാ? അല്ല സാറേ, ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിനെ കാണാൻ പറ്റിയ സഹായം കിട്ടുമെന്നാ പറയണേ. അതിന് 2 മണിക്കൂറിൽ ഓപ്പറേഷൻ നടത്തും. സാറ് വിചാരിച്ച എനിക്ക് മുഖ്യമന്ത്രിനെ കാണാൻ പറ്റും. വെറൈറ്റി പരാതിയാണല്ലേ. CM-ന് അങ്ങനെ നേരത്തെ കാണാൻ പറ്റത്തില്ല. നിനക്ക് കാശ് കിട്ടിയാ പോരെ? അതിനുള്ളൊരു വഴിയുണ്ട്. നീ വാ. ആടാ, ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസാ, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. എല്ലാരും കണ്ടല്ലോ. നീ പോയി ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ട് വാ. നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാർ തരും. ഈ തോമസ് സാറിന്റെ ഒരു കാര്യം. ചെല്ലേ, വേഗം പോയി പിടിച്ചോണ്ട് വാ. 2 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ നടത്തേണ്ടല്ലേ? ചെല്ലേ. എന്താണ് നീ കാണിച്ചത്? SI സോമന് കൈക്കുഴി വെച്ച് നിർത്തോടാ. ഇനി ഇവിടെ നിന്നാ നിന്റെ ഭാര്യയുടെ 16 കഴിഞ്ഞ് നീ പുറം ലോകം കാണൂ. ഓടാ. എടാ, പുറത്തോട്ടിറങ്ങി ചാവോടാ. ചാ. സോമൻ സാറിന് കൈക്കൂലി കൊടുക്കണം. ഏതായാലും നീ ആശിച്ചു വെച്ച് നീട്ടിയല്ലേ, ആ കാശ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ.